നമ്മുടെ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ, ആ ക്രമക്കേട് എത്ര വലുതാണെന്നാണ് വിചാരം. നാം കാണേണ്ടത് ഈ ക്രമക്കേടുകൾ കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ആരുടെയെങ്കിലും പേര് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? എന്താ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ആ പേര് എല്ലാവർക്കും അറിയാത്തത്? ഇവിടെ അറിയാലോ, നേരത്തെ ഓഹരി കുംഭകോണം ഉണ്ടായപ്പോൾ ആ ഓഹരി കുംഭകോണത്തിന് നേതൃത്വം കൊടുത്ത ഹർഷത് മേത്തയുടെ പേര് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഇപ്പോഴത്തെ നീറ്റ് കുംഭകോണത്തിൻ്റെ തലപ്പത്തിരുന്ന BJPയുടെ നേതാവ്, ഭാരതീയ യുവമോർച്ച നേതാവ്, ആരുടെയും ശ്രദ്ധയിലില്ലാതെ. അതാണ് നമ്മുടെ രാജ്യം. ആ തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മാധ്യമങ്ങളെ ആകെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ പുറത്തുവിടൂ. അതിനെയാണിപ്പോൾ ഗോദി മീഡിയ എന്നിപ്പോൾ ആളുകൾ പൊതുവെ വിളിക്കുന്നത്. ആ തരത്തിലേക്ക് മാധ്യമരംഗം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇതും നാം ഇതിൻ്റെ കൂടെ കാണേണ്ട കാര്യമാണ്. എങ്ങനെയാണ് RSSൻ്റെ അജണ്ട പല വിധത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് കാണേണ്ടത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് യുവാക്കൾ രംഗത്ത് വന്നു. ആദ്യമത് പൂർണ്ണമായി അവഗണിക്കുന്ന നിലയാണോ കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്? അതൊരു സമരമായോ പ്രക്ഷോഭമായോ കണക്കാക്കിയില്ല. വലിയ തോതിൽ ആ പ്രക്ഷോഭം കരുത്താർജിച്ചു. ആ പ്രക്ഷോഭത്തിൻ്റെ കൂടെ ശരിയായ രീതിയിൽ കരുത്തോടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ എഴുന്നേറുന്നു. നല്ല തോതിൽ പ്രക്ഷോഭം കരുത്താർജിക്കുന്ന നിലയുണ്ടായി. അപ്പോഴും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു നിലയല്ല എന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെൻറ് കണ്ടത്. തുടക്കം മുതൽ ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘത്തെ സംരക്ഷിക്കുന്ന ആ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രക്ഷോഭകർ ഉയർത്തിയിരുന്നു. അതിനോടൊക്കെ ഒരു പരിഹാസ രൂപത്തിലായിരുന്നു പ്രതികരണം. പ്രക്ഷോഭം കനത്തു. രാജ്യമാകെ അതിൻ്റെ ഭാഗമായി മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ പ്രക്ഷോഭം കനത്തു വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും BJP എതിർക്കുന്ന എല്ലാവരും അണിനിരക്കുമെന്നാണല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ കോൺഗ്രസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായ പ്രതികരണം ഇതൊക്കെ BJPക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭമാണെന്നാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. പക്ഷേ യുവത കരുത്തോടെ മുന്നോട്ട് പോയി. രാജ്യം വലിയ തോതിൽ ആ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരന്നു. ആർക്കും ആ പ്രക്ഷോഭത്തെ അവഗണിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ ജന്മദിനാഘോഷ പരിപാടി അവിടെ സംഘടിപ്പിച്ചപ്പോൾ അവിടുന്ന് ജാതിയായിപ്പോയി ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും എന്നവർ കാണിക്കുന്നത്. നല്ലത്, അത്രത്തോളായ നല്ലത് തന്നെ. വൈകിയെങ്കിലും ആ ബുദ്ധി ഉദിച്ചല്ലോ, നന്നായി. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആ പ്രക്ഷോഭത്തിൽ പോയിരുന്നു. ഈ ജന്മദിനാഘോഷത്തിന് അദ്ദേഹം പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് അദ്ദേഹവും ഇതിനകത്തുണ്ടായി, നന്നായി. കേന്ദ്ര ഗവൺമെൻറ് രാജ്യമാകെ
ഈ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരക്കുന്നു എന്ന് വന്നപ്പോൾ അതിനെ അവഗണിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നത്. ഞങ്ങൾക്കെല്ലാം നിസ്സാരം എന്ന മനോഭാവമാണ് ഇവിടെ തകർന്നത്. മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു. അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണ്. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേക കരുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്.